ഇന്ന് ഞാനൊരു മസാല പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കണം. അത് ചൂടാകുമ്പോൾ ഒരു ചെറിയ സവാള ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഇത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇതിനാവശ്യത്തിനുള്ള മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്നിത് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ്. ഇതിൽ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെ നനച്ചെടുക്കണം. പുട്ടിൻ്റെ പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പുട്ടുകുറ്റിയിൽ നിറയ്ക്കാം. ആദ്യം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുട്ടുപൊടി, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസാലയും പുട്ടുപൊടിയുമായിട്ട് നിറച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഈ പുട്ടിൻ്റെ കൂടെ വേറെ കറിയുടെയൊന്നും ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ചുകൂടി മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ടേസ്റ്റാണെന്ന്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.